പ്രേസ് ലോർഡ് ദൈവനാഥമാകത്തുണ്ടായിരിക്കട്ടെ. ഹാലലി കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ ദൈവവചനപ്രകാരം സ്തോത്രം. 103 സങ്കീർത്തനം ഹല്ലേലൂയ അതിനകത്ത് പറയുകയാണ് സ്തോത്രം, നാം ദൈവത്തിൻ്റെ നാമത്തെ ഹല്ലേലൂയ സ്തുതിക്കുകയും അവൻ്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യണം. 103 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുകയാണ് സ്തോത്രം, എൻ്റെ ഹല്ലേലൂയ മനമേ നീ ദൈവത്തെ സ്തുതിക്കുക, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ സർവ്വ അന്തരംഗം ഹാലലൂയ ദൈവത്തെ വാഴ്ത്തുക. എന്തിനൊക്കെയാണെന്ന് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. 2-ാം വാക്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വാക്യമാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമുക്ക് ഹല്ലേലൂയ ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങളെല്ലാം ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ഒന്നാമത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ സ്തുതിക്കേണ്ട കാര്യം, ഹല്ലേലൂയ അവൻ്റെ നമ്മുടെ അകൃത്യങ്ങളൊക്കെയും അവൻ മോചിക്കുന്നു. രണ്ടാമതായി നമ്മുടെ സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുന്നു. സ്തോത്രം, മാനസികവും ശാരീരികമായ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തനം 103-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. അപ്പോൾ നമ്മളെ നിത്യ നരകത്തിൽ നമ്മളെ വീണ്ടെടുത്ത് നിത്യതയിലേക്ക് നമ്മളെ ആക്കുവാൻ നമ്മുടെ കർത്താവിനെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ ആ കർത്താവ് ഹല്ലേലൂയ നമ്മളെ അങ്ങനെ ഹല്ലേലൂയ വീണ്ടെടുത്തതോർത്ത് നിത്യനാശത്തിൽ നിന്ന് വീണ്ടെടുത്തതോർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. പിന്നെ എന്ത് ചെയ്യുന്നേ? നന്മയും കരുണയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവൻ നിന്റെ വായിക്ക് ഹല്ലേലൂയ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സ്തോത്രം, നമ്മുടെ വായെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ തൃപ്തി വരുത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ അനുഭവത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുകയാണ്, അവൻ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സ്തോത്രം ഹല്ലേലൂയ നന്മയും കരുണയും ഹല്ലേലൂയ സ്തോത്രം നമ്മളെ അണിയിച്ചത് കൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം 6-ാം വാക്യത്തിൽ വായിക്കാൻ പറ്റും, യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീതിക്ക് ന്യായത്തിന് വേണ്ടി കരയുന്ന ദൈവജനമേ, നീതിയും ന്യായവും നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവത്തെ നാം സ്തുതിക്കണം. എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുവാനാണ് 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്? നമ്മുടെ അകൃത്യം മോചിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നതുകൊണ്ട്, ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തതുകൊണ്ട്, നന്മയും കരുണയും അണിയിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നീതിയും ന്യായവും അവൻ നടത്തി തരുന്നതുകൊണ്ട് നാം നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. അവൻ ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് എൻ മനമേ എൻ്റെ സർവ്വ അന്തരംഗമേ യഹോവയെ സ്തുതിക്കുക. ഹല്ലേലൂയ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.